പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കഞ്ഞി മുട്ടിയിട്ട ശേഷം അഭി ക്ലോക്കിലേക്ക് നോക്കി. ഹോ, 7 മണി ആയതേ ഉള്ളൂ. ഇന്നെല്ലാം നേരത്തെ കഴിഞ്ഞല്ലോ ഭഗവാനെ, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ആലോചിച്ചു. കൈ വാതിലിൽ തൂക്കിയിട്ടിരുന്ന തോർത്തിൽ തുടച്ചുകൊണ്ടിരിക്കവേ ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ട് അർജുൻ അകത്തേക്ക് കയറി വന്നു. അഭിയെ കണ്ടതും പെട്ടെന്ന് ഫോൺ ലോക്ക് ചെയ്ത് പോക്കറ്റിലിട്ടു. ഇന്നെന്നാ പതിവില്ലാതെ നേരത്തെ? സാധാരണ 10 മണിയാണല്ലോ കണക്ക്. സംശയഭാവത്തിൽ അഭി ചോദിച്ചു. അപ്പയും അമ്മയും കുമാരേട്ടൻ്റെ അടുത്ത് പോവും, വരാൻ താമസിക്കുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞായിരുന്നു. നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്ന്. മുഖം നോക്കാതെ മറുപടി പറഞ്ഞ് അർജുൻ മുറിയിൽ കയറി വാതിലടച്ചു. അഭി എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. സാമാന്യം മോഡേണായ അഭി വീടുകളിൽ കൂടുതലും ഉപയോഗിക്കുക ഷോർട്ട്സും ബനിയനുമാണ്. അനിയനുമായി 3 വയസ്സ് വ്യത്യാസം മാത്രം. അവൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നു. ബാങ്ക് ജോലിക്കാരായ അച്ഛനും അമ്മയ്ക്കും വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന സമയത്താണ് യാത്രകൾ കൂടുതലും. എന്നാലും ഈ ചെറുക്കനിതെന്തു പറ്റി? അഭി ആലോചിച്ചു. അല്ലെങ്കിൽ റൂമിൽ കിടന്നുറങ്ങാൻ പോലും ഇഷ്ടമില്ലാത്ത ചെറുക്കനാ. ഇതിപ്പോൾ അടച്ചുപൂട്ടി മുറിയിൽ. ആ ഫോൺ വാങ്ങിക്കൊടുത്തപ്പോൾ മുതൽ തുടങ്ങിയതാ എന്തൊക്കെയോ ഒളിച്ചുകളി. അവൾ പിറുപിറുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അലമാരയിൽ നിന്നും കുളിച്ചു മാറാനുള്ള തുണികൾ എടുക്കവേ വീണ്ടും മനസ്സ് പിറുപിറുത്തു. 10ാം ക്ലാസ് കഴിഞ്ഞേയുള്ളൂ, റിസൾട്ട് പോലും വന്നിട്ടില്ല. അപ്പോഴേക്കും അപ്പനും അമ്മയും മോൻ എന്നാ വേണ്ടേ? മോൻ പിന്നെ കേൾക്കാൻ നോക്കിയിരിക്കുകയാണല്ലോ. ഒന്നെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ ഫോൺ. ഉടനെ വാങ്ങിക്കൊടുത്തില്ലേ ആൻഡ്രോയിഡ് ഫോൺ. ഇവിടെ ബാക്കിയുള്ളവന് പണ്ടത്തെ ശവപ്പെട്ടി ഫോണും. ചോദിച്ചാൽ പറയും നീ പെണ്ണല്ലേ, നിനക്കതൊക്കെ തന്നെ ധാരാളമെന്ന്. ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ഭഗവാനെ ജീവിക്കുന്നത്? അഭി തുണിയുമായി മുറിക്ക് പുറത്തേക്കിറങ്ങി. ഹാളിലൂടെ അടുക്കള വശത്തേക്ക് നടക്കുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന അർജുൻ്റെ മുറിയുടെ വാതിൽ അവളിൽ അസ്വസ്ഥതയുണ്ടാക്കി. വാതിലിൽ 3-4 കൊട്ടിക്കൊണ്ടവൾ വിളിച്ചു. അർജു, അർജു, എന്നാടി കിടന്നലറുന്നേ? ഞാൻ കുളിക്കാൻ പോവാണ്. ആ പൊക്കോ. ബെസ്റ്റ്, പറ്റിയ ആളെയാ അമ്മ നോക്കാൻ ഏൽപ്പിച്ചത്. അവൾ അടുക്കളയിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി. വലിയ ബാങ്ക് ജീവനക്കാരാ. ഇതുവരെ അകത്തൊരു ബാത്റൂം പണിയാൻ പറ്റിയിട്ടില്ല. ആവശ്യമേതാ അനാവശ്യമേതാന്ന് രണ്ടിനും ഒരു ബോധവുമില്ല. പിറുപിറുത്തുകൊണ്ട് അഭി അകത്തു കയറി കുറ്റിയിട്ടു. കുളിക്കാൻ തുടങ്ങിയതും ഭിത്തിയിലൂടെ ഒരു നിഴലനക്കം പോലെ അവൾക്ക് തോന്നി. വെള്ളം ഓഫാക്കി എന്തെങ്കിലും ഒച്ചയോ അനക്കമോ ഉണ്ടോ എന്ന് അഭി ശ്രദ്ധിച്ചു. ഒന്നുമില്ല. വീണ്ടും വെള്ളമൊഴിക്കാൻ തുടങ്ങി. സോപ്പ് തേച്ച് കണ്ണും മുഖവുമൊക്കെ സോപ്പ് കൊണ്ട് മൂടി നിൽക്കുമ്പോഴാണ് അടുത്ത മരത്തിൻ്റെ ചില്ലയിൽ ആരോ നിന്ന് അവൾ കുളിക്കുന്നത് നോക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. പേടിച്ചരണ്ട അഭി ഉച്ചത്തിൽ അലറി വിളിച്ചു. അർജു, അർജു. അവളുടെ ശബ്ദം കേട്ട അയാൾ ചാടിയോടി. അർജു ഓടിയിറങ്ങി വന്നു. വെപ്രാളത്തിൽ ബാത്റൂമിന് മുന്നിലെത്തിയ അർജു, എന്നാടി, എന്നാ പറ്റി? അർജു, ആരോ ആ മരക്കൊമ്പിൽ ഇരുന്ന് ഞാൻ കുളിക്കുന്ന നോക്കുമായിരുന്നു. ഞാൻ ഒച്ചയുണ്ടാക്കിയപ്പോൾ ഇറങ്ങി ഓടി, അവൾ ഏങ്ങലടിച്ചു പറഞ്ഞു. ഞാൻ നോക്കാം. നീ ആദ്യം ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് വേഗം കുളിച്ചിറങ്ങാൻ നോക്ക്. അർജു ടോർച്ചുമായി പറമ്പിലേക്ക് ഓടി. അഭി ലൈറ്റ് ഓഫ് ചെയ്തു. സമയം രാത്രി 9 മണി. അഭിയും അർജുവും ഭക്ഷണം കഴിക്കുന്നു. അച്ഛനും അമ്മയും എന്താവോ വരാത്തേ? അഭി വ്യഗ്രതയോടെ ചോദിച്ചു. ചോറുരുള ഉരുട്ടിക്കൊണ്ട് അർജു പറഞ്ഞു. അഭി, നീ ഇത് അവരോട് പറയാൻ നിൽക്കണ്ട. പറഞ്ഞ അന്ന് ഷിയാസ് നിന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം പറഞ്ഞ പോലെ ഇരിക്കും. ഒടുവിൽ വാദി പ്രതിയാകും. അയാളെങ്ങാനും അത് വീഡിയോ എടുത്തിട്ടുണ്ടാവോ അർജു? അഭി നിറകണ്ണുകളോട് ചോദിച്ചു. നിനക്കെന്നാ എൻ്റെ അഭി പറ്റിയേ? അത്രയും ദൂരം നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അതും ഈ രാത്രിയിൽ. ഉറപ്പാണോ? ആടി, നീ ആ ചോറ് വാരി ഉണ്ണാൻ നോക്കിയേ. കുറച്ച് ആശ്വാസത്തോടെ അഭി ചോറ് വാരിയുണ്ടു. കൈ കഴുകാനായി അവൾ വാഷിംഗ് ബേസിനരികെ ചെന്നു നിന്നു. അർജു കൈ കഴുകുകയാണ്. അവൻ ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് കയറ്റി വെച്ചു. അഭി ആ കൈകളിലേക്ക് നോക്കി. വരഞ്ഞ പാടുകൾ. അവളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു. എന്തു ചെയ്യണമെന്ന് മനസ്സിലാലോചിച്ചു. വേണ്ട, അച്ഛൻ വരട്ടെ. അവർ വന്നു. അവരുടെ അരികിൽ നിന്നും അർജു മാറാനായി അഭി കാത്തിരുന്നു. ഒടുവിൽ മകനെ വാങ്ങിക്കൊണ്ടുവന്നതെല്ലാം തീറ്റിച്ച് മുറിയിൽ കയറ്റി കിടത്തി അച്ഛനും അമ്മയും മുറിയിൽ കയറി. അവരോട് ഈ സംശയം പറയണം എന്നുറപ്പിച്ച് അഭി അവരുടെ മുറിക്ക് മുന്നിലെത്തി. കതകിൽ തട്ടാനായി ഒരുങ്ങിയതും അവരുടെ സംസാരം അഭി കേട്ടു. അമ്മയുടെ ശബ്ദം. ഒന്ന് ചുമ്മാതിരി മനുഷ്യ. ബസ്സിൽ ആ പിള്ളേർ കാണിക്കണ കണ്ടപ്പോൾ തുടങ്ങിയതാ ഈ ഇളക്കം. അച്ഛൻ്റെ ശബ്ദം. എൻ്റെ ഇളക്കം നിൻ്റെ അടുത്തല്ലാതെ ആരുടെ അടുത്താടി ഞാൻ കാണിക്കണ്ടേ? അഭിയുടെ മുഖത്ത് ചിരി വന്നു. ഒന്നും പറയാൻ പറ്റിയ സാഹചര്യമല്ലെന്ന് മനസ്സിലാക്കിയ അഭി
മുറിയിലേക്ക് തന്നെ തിരിച്ചു നടന്നു. സമയം കുറച്ചുകൂടെ കടന്നു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന അഭിക്ക് തൊണ്ട വരണ്ടു. ഫ്രിഡ്ജിൽ നിന്നും വെള്ളം കുടിക്കാനായി മുറിക്ക് പുറത്തേക്കിറങ്ങിയ അഭി ആ കാഴ്ച കണ്ട് ഞെട്ടി. അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് താക്കോൽ ദ്വാരത്തിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് സ്വയംഭോഗം ചെയ്യുന്ന അർജുൻ. അവരുടെ മുറിയിലെ ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചം ഡോറിനടിയിൽ കാണാം. ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നിയ അഭി മുറിയിൽ കയറി ഒച്ചയുണ്ടാക്കാതെ കതകടച്ചു. ഉള്ളിൽ നിന്നും വന്ന കരച്ചിലിനെ അവൾക്ക് പിടിച്ചു നിർത്താനായില്ല. ഭിത്തിയോട് ചേർന്ന് നിലത്ത് കുത്തിയിരുന്ന് അവൾ നേരം വെളുപ്പിച്ചു. അച്ഛനെയും അമ്മയെയും എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും എന്ന് അവൾ തല പുകഞ്ഞാലോചിച്ചു. ഷിയാസ് പുറകെ നടന്ന് ശല്യം ചെയ്യുവാന്ന് പറഞ്ഞപ്പോൾ നീ എന്തെങ്കിലും ഇളക്കി കാണിച്ചു കാണും എന്ന് പറഞ്ഞ അമ്മയാണ്. പ്രതീക്ഷ അച്ഛനിൽ മാത്രം. പക്ഷേ കാര്യങ്ങൾ അച്ഛന് കൃത്യമായി ബോധ്യപ്പെടണം. ഇത് കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ ഒരുപക്ഷെ അനിയൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട ചേച്ചിയായി ഞാൻ മാറിപ്പോയേക്കാം. അന്ന് പകൽ മുഴുവൻ അവൾ ആലോചിച്ചു. സമയം സന്ധ്യ മയങ്ങി. ഇരുട്ട് കയറി തുടങ്ങി. അവൾ ഫോണെടുത്ത് അർജുനെ വിളിച്ചു. എന്നാടി, നീ എവിടാ? ഗ്രൗണ്ടിൽ. ഇങ്ങോട്ട് വാ. അച്ഛൻ കവലയ്ക്ക് പോയി. അമ്മ ഗ്രേസി ചേച്ചിയുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ പോയി. നാളെ മരിയ ചേച്ചിനെ കൂട്ടിക്കൊണ്ടു പോവുക. എനിക്ക് കുളിക്കണം. ഒറ്റയ്ക്ക് പേടിയാ. ഞാൻ വരാം. പതിവ് പോലെ അവൻ വന്ന് മുറിയിൽ കയറി. വാതിലടക്കണ്ട, വിളിച്ചാൽ കേൾക്കില്ല, അഭി പറഞ്ഞു. ഇല്ല, അടക്കണില്ല. അവൾ അടുക്കളയിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി സൈഡിലൂടെ അടുത്ത തൊടിയിലേക്ക് ഓടി. അവിടെ തേങ്ങ എണ്ണിക്കൊണ്ടിരുന്ന അച്ഛനെ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ഉള്ളിൽ കുളിക്കുന്നത് അമ്മയാണെന്നറിയാതെ അർജു മരത്തിൽ വലിഞ്ഞു കയറുമായിരുന്നു. അഭി കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ അവനെ കൈയോടെ പിടിച്ചു. അടിയുടെ ശബ്ദം കേട്ട് കുളി കഴിഞ്ഞിറങ്ങിയ അമ്മയും ഓടി വന്നു. അച്ഛാ, അടിക്കേണ്ട അച്ഛാ. അഭി വട്ടം നിന്നു. അച്ഛൻ അവൻ്റെ ഫോണൊന്ന് പരിശോധിക്കേ. അഭിയും അച്ഛനും അമ്മയും അവൻ്റെ ഫോൺ പരിശോധിച്ചു. മുഴുവനും വൃത്തികെട്ട വീഡിയോസ്. അത് മാറ്റുന്നതിനിടയിൽ അയ്യോ അച്ഛാ, ദാ രമ്യ. അച്ഛനും അമ്മയും സൂക്ഷിച്ചു നോക്കി. അമ്മ നെഞ്ചിൽ കൈവച്ചിരുന്നു. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ്റെ സഹപാഠിയും അടുത്ത വീട്ടിലെ കുട്ടിയുമായ രമ്യയും അർജുനും പരസ്പരം അയച്ചിരിക്കുന്ന നഗ്ന വീഡിയോസും ഫോട്ടോസുമായിരുന്നു അത്. ദേഷ്യത്തിൽ അവനെ പൊക്കിയെടുത്ത് കഴുത്തിന് കുത്തി അച്ഛൻ ഭിത്തിയോട് ചേർത്ത് പിടിച്ചു. അഭി ബലമായി പിടുത്തം വിടുവിച്ചു. അന്ന് രാത്രി ഉറങ്ങാതെ എല്ലാവരും നേരം വെളുപ്പിച്ചു. രാവിലെ അഭിയുടെ അരികിൽ അച്ഛൻ വന്നു. ഇനി എന്താ മോളെ നമ്മൾ ചെയ്യണ്ടേ? കൗൺസിലിങ്ങിന് പോകണം, അഭി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മോള് കൊണ്ടുപോയിട്ട് വാ, എനിക്ക് വയ്യ. അവൻ മാത്രമല്ല അച്ഛാ, പിന്നെ നമ്മളെല്ലാവരും പോകണം. അവൻ മാറണമെങ്കിൽ നമ്മളും പലതും മാറ്റണം. അച്ഛനും അമ്മയും വരണം. ഡോക്ടർക്ക് മുന്നിലിരിക്കുന്ന അച്ഛനും അമ്മയും. ഡോക്ടർ, കൗമാരപ്രായക്കാരിൽ പൊതുവേ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ താങ്കളുടെ മകൻ്റെ കാര്യത്തിൽ അത് കുറച്ച് അതിര് കടന്നുപോയെന്ന് മാത്രം. അച്ഛൻ, സർ, അവനങ്ങനെ കള്ളു കുടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും? ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഇതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. ലൈംഗിക അതിക്രമങ്ങളും ആസക്തിയും ഉണ്ടാവുന്നവരെല്ലാം ലഹരിക്ക് അടിമയായിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇങ്ങനെയുണ്ടാകുന്ന കേസുകളിൽ കൂടുതൽ ആളുകളും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവർ മാത്രമല്ല ഇങ്ങനൊന്നും ചെയ്യുന്നത്. ലൈംഗികാസക്തി തന്നെ ലഹരിയായിട്ടുള്ളവരുണ്ട്. അമ്മ പറഞ്ഞു. അവൻ ആ ഫോൺ വാങ്ങിക്കൊടുത്തതാ എല്ലാത്തിനും കാരണം. നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഓരോ മണ്ടത്തരം പറയല്ലേ. ഫോൺ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആവശ്യമാണ്. പഠിക്കാനും ലോകവിവരം ഉണ്ടാവാനും. എന്തിന് അധ്യാപകർ പോലും വാട്സാപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നത്. കാലമത്ര പുരോഗമിച്ചു കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അച്ഛൻ പറഞ്ഞു. ഞങ്ങളിനി എന്തു ചെയ്യണം ഡോക്ടർ? താങ്കൾ വിവാഹത്തിന് മുന്നേ സ്വയംഭോഗം ചെയ്തിട്ടില്ലേ? ഒരു ഞെട്ടലോടെ അയാൾ ഡോക്ടറെ നോക്കി. ഭാര്യ അയാളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ, ഉവ്വ. ഡോക്ടർ, അച്ഛനോടും അമ്മയോടും സമ്മതം വാങ്ങിച്ചിട്ടാണോ താങ്കൾ അങ്ങനെ ചെയ്തിരുന്നത്? അല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മകൾ വന്ന് വിഷമത്തോടെ തന്നെ ഒരാൾ ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് നിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ച് അവളോട് പറഞ്ഞാൽ, പിന്നെ അവളെ ഒരുത്തൻ റേപ്പ് ചെയ്താൽ പോലും അവളത് നിങ്ങളോട് പറയുമോ? നിങ്ങളുടെ മകൾ എന്തുകൊണ്ടാണ് കോളേജ് ബസ് വേണ്ടാന്ന് പറഞ്ഞ് പ്രൈവറ്റ് ബസ്സിൽ പോകാൻ തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയുമോ? അവർ കണ്ണും മിഴിച്ച് ഡോക്ടറെ നോക്കി. അവസാനം ഇറങ്ങുന്ന അവളെ പലതവണ കോളേജ് ബസ്സിൻ്റെ ഡ്രൈവർ കടന്നു പിടിച്ചിട്ടുണ്ട്. എന്താ ഒന്ന് പിടിക്കുവല്ലേ ചെയ്തുള്ളൂ എന്നാണോ ആലോചിക്കുന്നേ? അനുവാദമില്ലാതെ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ കടന്നു പിടിക്കുന്നതും അവളെ മാനഭംഗപ്പെടുത്തുന്നതും ഒരുപോലെ തന്നെയാണ്. പിന്നെ തൻ്റെ മകൻ്റെ കാര്യത്തിൽ ഒരു പ്രായം എത്തും വരെ അവൻ എവിടെ പോകുന്നു,
ആരോടൊക്കെ കൂടുന്നു, ഒരു ദിവസം എത്ര രൂപ എന്തിനൊക്കെ ചെലവഴിക്കുന്നു തുടങ്ങി എല്ലാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അവന് അമ്മയോടും സഹോദരിയോടും ഉള്ള സ്നേഹമാണ് സമൂഹത്തിലെ സ്ത്രീകളോട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് അടിത്തറ. നിങ്ങളോടെ ഇങ്ങനെയാണേൽ ഡോക്ടർ പറയും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഈ പ്രായത്തിൽ സെക്സിനോട് തോന്നുന്ന താല്പര്യം സ്വാഭാവികമാണ്. അതിനെ തടഞ്ഞു വയ്ക്കാൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ നിയന്ത്രിച്ചു കൊണ്ടുപോവാം. പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഒരു പരിധിവരെ അതിന് കാരണമാണ്. 18-ാം നൂറ്റാണ്ടിലെ പുസ്തകവും വെച്ച് 19-ാം നൂറ്റാണ്ടിലെ അറിവും വെച്ച് ഈ നൂറ്റാണ്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. പരമാവധി ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെ വളർത്തുക. ഒരുമിച്ചിരുന്ന് വളരുമ്പോൾ തന്നെ പെണ്ണെന്ന് പറയുന്നത് ഒരു കൗതുകമല്ലാതെയാവും. പിന്നെ വളരുമ്പോഴല്ലേ, അന്നേരം അവർ തീരുമാനിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അർജുന് ഇങ്ങനെ ഒരു രീതിയിലേക്ക് പ്രധാനമായി മാറാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആരാണീ സനീഷേട്ടൻ എന്ന് അർജു വിളിക്കുന്നയാൾ? എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്. എന്താണ് ഡോക്ടർ? അയാൾ സ്ഥിരം വീട്ടിൽ വരാറുണ്ടോ? നേരത്തെ വരുമായിരുന്നു. അയാൾ നിങ്ങളുടെ മകനെ ഫിസിക്കലി പല രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിങ്ങൾ കരയണ്ട. ഇനി കരഞ്ഞിട്ട് കാര്യവുമില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾ വളർന്ന കാലമല്ല ഇന്ന്. അല്പം ക്ഷമിച്ചും സഹിച്ചും മക്കളെ കേൾക്കണം. അവർക്ക് നിങ്ങളോട് പറയാൻ ഒരുപാടുണ്ടാവും. നിങ്ങൾ ചോദിച്ചാൽ മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. എന്തായാലും അർജുൻ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ. നല്ല മിടുമിടുക്കനായി അവനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അച്ഛൻ ഡോക്ടർക്ക് മുന്നിൽ കൈകൂപ്പി. പിന്നെ അമ്മയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കൂടെ പോവാൻ സമയമില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഒരിടത്തും ഇനി നിങ്ങളുടെ ആങ്ങളയോടൊപ്പം അഭിയെ എങ്ങും പറഞ്ഞു വിടരുത്. പ്ലീസ്. ഇനിയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ പെൺമക്കൾ നിങ്ങളോട് നോ പറഞ്ഞാൽ അതിനർത്ഥം അത് വേണ്ട എന്ന് തന്നെയാണ്. മനസ്സിലാക്കുക. അമ്മ പകച്ചു നിന്നു. മനസ്സിൻ്റെ ഭാരങ്ങൾ മുഴുവനും ഇറക്കി അനിയനോട് യാത്ര പറഞ്ഞ് അച്ഛനെയും അമ്മയെയും കൂട്ടി അഭി പടിയിറങ്ങി. അഭിയെപ്പോലെ പ്രത്യേക സാഹചര്യങ്ങൾ ശരിയായ തീരുമാനമെടുക്കാൻ മറ്റു പെൺകുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അർജുനെയും കൂട്ടി ഡോക്ടർ വീട്ടിലേക്ക് നടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.